ഇന്ന് നമുക്ക് നമ്മളെ നാട്ടിലെ കസ്റ്റമേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് പഠിക്കാം. നിങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളെ കസ്റ്റമേഴ്സിനെ കുറിച്ചാണ്. കസ്റ്റമേഴ്സിന് എന്താണ് ഇഷ്ടം, കസ്റ്റമേഴ്സ് എങ്ങനെയാണ് ആ ചോയ്സ് എടുക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ചുമ്മാ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക, ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ ഷോപ്പ് കീപ്പറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് കസ്റ്റമറെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് അങ്ങനെയല്ല. ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. പ്ലസ് ദേ ആർ ഓൾവേസ് ഓൺ സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ ഒരു ഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവർ ഏകദേശം ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും, ഏത് പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത്, ഏത് പ്രൈസ് റേഞ്ചിലാണ് വാങ്ങിക്കാൻ പോകുന്നത്, ആ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അപ്പം കസ്റ്റമേഴ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ട കുറച്ച് ബേസിക് സാധനങ്ങളുണ്ട്. ഫസ്റ്റ് തിങ്, ഇന്ത്യൻ കൺസ്യൂമേഴ്സ് എപ്പോഴും ചീപ്പ് സാധനങ്ങൾക്ക് പിന്നിലാണ് റൺ ചെയ്യുന്നതെന്നുള്ള തെറ്റായ ധാരണ ഉണ്ട്. ദേ ആർ ബാർഗെയിൻ ഹണ്ടേഴ്സ് എന്ന്. പക്ഷേ ആക്ച്വലി ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സ് വാല്യൂ കോൺഷ്യസ് കസ്റ്റമേഴ്സാണ്. അതായത് കൊടുക്കണ പൈസക്ക് ആ സാധനം ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞങ്ങളെ ഓഫീസിലേക്ക് തന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റെബിലൈസർ വാങ്ങിച്ചു. ആ വീഗാർഡിൻ്റെ സ്റ്റെബിലൈസറിന് ഡബിൾ ദ റേറ്റ് ഓഫ് അൺബ്രാൻഡഡ് സ്റ്റെബിലൈസറാണ്. പക്ഷെ നമ്മൾ സ്റ്റിൽ നമ്മളെ എ സിക്ക് വേണ്ടിയിട്ട് വീഗാർഡിൻ്റെ സ്റ്റെബിലൈസർ വാങ്ങിച്ചു. കാരണം എന്താ, നാളെ എ സി കേടായി കഴിഞ്ഞാൽ അത് വളരെ ചിലവ് കൂടിയ അഫെയർ ആയിരിക്കും. അതൊരു ലോക്കൽ സ്റ്റെബിലൈസർ വാങ്ങിച്ചിട്ട് അത് കുരുതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീഗാർഡിൻ്റെ സ്റ്റെബിലൈസർ എന്ന് വാങ്ങിച്ചു. ഡബിൾ ദ പ്രൈസ്. അവിടെ നമ്മളെന്താ നോക്കണത്, ഇത് നമ്മൾ ഇപ്പോൾ ആ ഡബിൾ ദ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാലും ഭാവിയിൽ ഇതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും. കാരണം ഭാവിയിൽ ആ എ സി റിപ്പയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലും എത്രയോ കൂടുതൽ പൈസ കൂടുതൽ ചിലവാകും. സോ ഓൾവേസ് തിങ്ക് കസ്റ്റമേഴ്സ് വാല്യൂവിന് പുറകിലാണ് പോകുന്നത്. അതായത് ആ സാധനത്തിന് ഇത്രയും പൈസ കൊടുക്കുന്നതിൽ കാര്യമുണ്ടോ. രണ്ട്, പണ്ടത്തെ കസ്റ്റമേഴ്സ് ആക്ച്വലി ട്രസ്റ്റ് വന്നതിന് ശേഷമാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാറ്. പക്ഷേ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിന് വേറൊരു ട്രെൻഡ് ഉള്ളത്, ദേ ആർ എക്സൈറ്റ്മെൻറ്റ് ഫസ്റ്റ്. ആദ്യം അത് എക്സൈറ്റിംഗ് ആണെങ്കിലാണ് അവർ വാങ്ങിക്കുക. ഫോർ എക്സാമ്പിൾ, വേർഡ് ഓഫ് മൗത്ത്. എൻ്റെ സർക്കിളിൽ എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ, ആമസോണിൽ റിവ്യൂസ് ഉണ്ടോ, ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടോ. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ മോക്കോവറ തന്നെയാണ്. പണ്ട് VIP, സഫാരി, സാംസണൈറ്റ് പോലത്തെ വലിയ വലിയ ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ബ്രാൻഡുകളായിരുന്നു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ന്യൂ ഏജ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റി ലെഡ്, എസ്തെറ്റിക്കലി പ്ലീസിങ്, ഇൻഫ്ലുവൻസേഴ്സ് സംസാരിക്കുന്ന ബ്രാൻഡുകളാണ് കൂടുതൽ പോകുന്നത്. സോ നമ്മളൊരു മേജർ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് നമ്മളെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു എന്താ പറയുക, ഈ മാർക്കറ്റ് എത്രത്തോളം സൈസ് ഉണ്ട് നോക്കും. അപ്പം നോർമലി നമ്മൾ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് എന്നാണ് അതിന് പറയുക, ടാം. പക്ഷേ ഈ ടാം നോക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ടാം കിട്ടില്ല. കാരണം ആ പ്രൊഡക്റ്റിന് ചിലപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ലെൻസ്കാർട്ട് ഇത്രയും വലിയൊരു ഓൺലൈൻ മാർക്കറ്റ് ഫോർ ഐ ഗ്ലാസസ് അല്ലെങ്കിൽ സ്പെക്സ് ഉണ്ടെന്ന് ആർക്കും അറിയില്ല. എന്ന് ലെൻസ്കാർട്ട് വന്ന് ആ മാർക്കറ്റ് അങ്ങോട്ട് വിഴുങ്ങിയതാണ്. വേറെ രണ്ടാമത്തെ കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, സ്കോർപിയോ അല്ലെങ്കിൽ ഹുണ്ടായി ക്രെറ്റ ലോഞ്ച് ചെയ്യുന്ന വരെ അങ്ങനെ ഒരു SUV അല്ലെങ്കിൽ ഒരു മിഡ് സൈസ് SUVക്കുള്ളൊരു മാർക്കറ്റ് ഉണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. കസ്റ്റമേഴ്സിന് പോലും അറിയില്ല അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് അവർക്ക് വേണമെന്ന്. സോ സംടൈംസ് സപ്ലൈ ഡിമാൻഡിന് അൺലോക്ക് ചെയ്യും. സപ്ലൈ മാർക്കറ്റിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഒരു മാർക്കറ്റ്, അതിന് ചിലപ്പോൾ ഒരു കസ്റ്റമർ ബേസ് ഉണ്ടായേക്കാം. അപ്പം മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാം ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ്. ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോഴായിരിക്കും അതിൻ്റെ ശരിക്കില്ല മാർക്കറ്റ് മനസ്സിലാവുക, അല്ലെങ്കിൽ ആ മാർക്കറ്റ് നമ്മൾ വൈഡാക്കുക. ഇതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ആർക്കും അറിയില്ലായിരുന്നു ഇ-കോം ഷോ പോലൊരു പോഡ്കാസ്റ്റ് വേണമെന്ന്, അല്ലേ? നമ്മൾ അത് തുടങ്ങിയപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവണം, ഓക്കെ ഇങ്ങനൊരു സാധനത്തിൻ്റെ ആവശ്യം എനിക്കുണ്ടായിരുന്നു, എനിക്ക് ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ അറിയില്ല. ദാറ്റ് ഈസ് ഹൗ യു ക്യാൻ അൺലോക്ക് ഡിമാൻഡ് വിത്ത് സപ്ലൈ. നമ്മൾ സപ്ലൈ കൊടുത്തപ്പോഴാണ് അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെ അടുത്ത പോയിന്റ്, കസ്റ്റമർ സർവീസ്. ഈ കസ്റ്റമർ സർവീസിന് നോർമലി ഒരു ബ്രാൻഡ്സും ആൾ അസൈൻ ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ കസ്റ്റമർ സർവീസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റിംഗ് ചാനൽസ് യു ക്യാൻ എവർ ഹാവ്. പണ്ട് കസ്റ്റമർ സർവീസ് മോശമാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഒച്ചയും പടി ഉണ്ടാക്കും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കസ്റ്റമർ സർവീസ് മോശമാണെങ്കിൽ അപ്പം ഓൺലൈനിൽ ആൾക്കാർ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യണം, അതിൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യണം. അത് ഒറ്റയടിക്ക് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആൾക്കാരിലേക്ക് എത്തുകയാണ്. സോ നമ്മൾ ഈ കസ്റ്റമർ സർവീസ് നന്നാക്കി കഴിഞ്ഞാൽ ദ ഇമ്പാക്റ്റ് ഇറ്റ് ക്യാൻ ഹാവ് ഓൺ യുവർ ബിസിനസ് ഇസ് ഫിനോമിനൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നമ്മളൊക്കെ കസ്റ്റമേഴ്സ്, ഒരു പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമേഴ്സ് ആവുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു കസിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടോ ആ പ്രൊഡക്റ്റിനെ കുറിച്ചോ ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ചോ പറഞ്ഞു തരുമ്പോഴാണ് അല്ലേ. അപ്പം അതേപോലത്തെ പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് ഉണ്ടാക്കണം. നിങ്ങളെ പ്രൊഡക്റ്റ് ഡെഫിനറ്റ്ലി നന്നാവണം. പക്ഷെ അതിൻ്റെ കൂടെ ഒന്നും കൂടി അതിനേക്കാളും നന്നാവേണ്ട സാധനമാണ് കസ്റ്റമർ സർവീസ്. സോ ഓൾവേസ് ട്രീറ്റ് യുവർ കസ്റ്റമർ സർവീസ് ആസ് എ മാർക്കറ്റിംഗ് ചാനൽ ആൻഡ് നോട്ട് ആസ് എ കോസ്റ്റ് സെൻറ്റർ. അതിന് ആമ്പിൾ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, സെറ്റ് ചെയ്യുക, സോ ദാറ്റ് യുവർ കസ്റ്റമേഴ്സ് ഗെറ്റ്സ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് പോസിബിൾ. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പല കാര്യങ്ങളിലും ഇപ്പം സ്ത്രീകളാണ് ഡിസിഷൻ മേക്കേഴ്സ്. ഇപ്പം വീട്ടിലേക്കൊരു കാറ് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിലേക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വാങ്ങിക്കുന്നതോ വുമൺ ഹാവ് എ മേജർ ഡിസിഷൻ മേക്കിംഗ് പവർ. സോ നിങ്ങൾ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആഡ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് വുമണിലേക്കും അല്ലെങ്കിൽ സ്ത്രീകളിലേക്കും ആ ആഡുകൾ പുഷ് ചെയ്യണം, അല്ലെങ്കിൽ ആ കണ്ടൻറ്റ് പുഷ് ചെയ്യണം. ആണുങ്ങൾക്ക് മാത്രം പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യം നടക്കില്ല. ബിക്കോസ് വുമൺ ഹാവ് എ മേജർ ഇമ്പാക്റ്റ് ഓൺ ഡിസിഷൻ മേക്കിംഗ്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉള്ളത്, സ്ത്രീകൾക്ക് നോർമലി പർച്ചേസ് ഇഷ്ടമാണ്, പല സാധനങ്ങളും വാങ്ങിക്കാൻ. അപ്പം ആണുങ്ങൾ എന്ത് ചെയ്യും, വേഗം അവരങ്ങോട്ട് ഏൽപ്പിക്കും, എനിക്ക് ഇന്ന സാധനമാണ്, യു ഗോ ആൻഡ് ബൈ. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ഇൻഫ്ലുവൻസ് ദ ഫീമെയിൽ ഇൻ ദ കാറ്റഗറി ടു. ഇനി ഈ ഫീമെയിൽ കാറ്റഗറി വെച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കസ്റ്റമർ കാറ്റഗറി ഉണ്ട്. 55 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആൾക്കാർ. ഈ 55 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആൾക്കാരെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിക്കവാറും സെറ്റിൽഡ് ഇൻ ലൈഫായിരിക്കും. അവർ ആവശ്യത്തിന് കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചെറിയൊരു വീടുണ്ടാക്കിയിട്ടുണ്ടാവും, ചെറിയൊരു കാർ ഉണ്ടാവും, കുട്ടികളെ ചിലപ്പോൾ കെട്ടിച്ച് വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളെ എബ്രോഡിലായിരിക്കും, അല്ലെങ്കിൽ നല്ല ജോലികളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവരും നിങ്ങളെ കസ്റ്റമേഴ്സ് തന്നെയാണ്. കാരണം അവർക്കാണ് ലാവിഷ്ലി സ്പെൻഡ് ചെയ്യാൻ പറ്റുക. ബിക്കോസ് ഓൾ ദർ റെസ്പോൺസിബിലിറ്റീസ് ആർ ഓൾറെഡി ഡൺ. അവരെ ചിലപ്പം വീട് അപ്ഗ്രേഡ് ചെയ്യാം, അവരെ കാർ അപ്ഗ്രേഡ് ചെയ്യാം, അവരെ ബാക്കിയുള്ള പ്രൊഡക്ട്സ് അപ്ഗ്രേഡ് ചെയ്യാം. സോ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ദ ഓൾഡർ ജനറേഷൻ. അപ്പോൾ ചിലപ്പം പെട്ടെന്ന് ഇവർക്ക് തോന്നും ഒരു വീട് വാങ്ങിച്ചു കളയാം, നേരെ പോയിട്ട് ചിലപ്പോൾ റെഡി ക്യാഷ് ആയിരിക്കാം. അപ്പം മനസ്സിലാക്കേണ്ടത് ഈ ഓൾഡർ ജനറേഷൻ അടുത്ത് കൂടുതലും എല്ലാവരുടെ അടുത്തും കാശുണ്ട്, കാരണം എവറിത്തിങ് ഈസ് സെറ്റിൽഡ് ഇൻ ലൈഫ്. സോ അവരും നിങ്ങളെ കസ്റ്റമർ കാറ്റഗറി തന്നെയാണ്. പണ്ടൊക്കെ അസുഖം വരുമ്പോഴാണ് നമ്മൾ ചികിത്സിക്കാറ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഹെൽത്തിനെ കുറിച്ചും വെൽനെസ്സിനെ കുറിച്ചും വളരെ അവെയറാണ്. അതുകൊണ്ട് തന്നെയാണ് ID Fresh പോലെയുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബ്രാൻഡ്സ് ഭയങ്കരമായിട്ട് സ്കെയിൽ ചെയ്യുന്നതും. ഞാൻ ID Freshൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. അതിനുള്ള കാരണം എന്താ അറിയോ, അവർ വളരെ ഹെൽത്തി ആയ പ്രൊഡക്ട്സേ തരുമെന്നുള്ള എൻ്റെ വിശ്വാസം, എൻ്റെ ട്രസ്റ്റ്. അവർ പ്രിസർവേറ്റീവ് ഫ്രീ ഓർഗാനിക് സാധനങ്ങൾ തരുള്ളൂ എന്നുള്ള ട്രസ്റ്റ്. ഇതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു ബ്രാൻഡാണ് ഹോൾ ട്രൂത്ത് ഫുഡ്സ്. അതിനെന്താണ്, വളരെ ക്ലീൻ ഇൻഗ്രീഡിയൻസ് ആണ്. അതിൻ്റെ അകത്ത് 5 ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ട്, ആ 5 ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അകത്തുള്ളൂ. സോ ഹെൽത്ത് ആൻഡ് വെൽനെസ് ആസ് എ കാറ്റഗറി, ആസ് എ കസ്റ്റമർ കൊഹേർട്ട് ഇസ് ഓൾസോ ഹ്യൂജ്. അപ്പോൾ അവിടെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ട്രൈ ടു ബിൽഡ് സംതിങ് ദാറ്റ് വിൽ ഹെൽപ്പ് ദം ഇൻ ദ ഫ്യൂച്ചർ. ആൾക്കാർ ഇപ്പം നല്ലത് കഴിക്കാൻ തയ്യാറാണ് ടു ഹാവ് എ ഹെൽത്തിയർ ലൈഫ്. സോ ആ കാറ്റഗറിക്ക് ഇപ്പോൾ ആക്ച്വലി ഒരു പേരുണ്ട്, ഗുഡ് ഫോർ യു കാറ്റഗറി. അതായത് ടേസ്റ്റും വേണം, എന്നാൽ ഹെൽത്തി ആയിരിക്കും വേണം. ഇതിപ്പം നമ്മൾ കുട്ടികൾ പഠിക്കും വേണം, എന്നാലും സ്പോർട്സിലും അടിപൊളിയാവണമെന്ന് പറയുന്ന പോലെയാണ്. സോ ദർ ഇസ് എ ന്യൂ കാറ്റഗറി ദാറ്റ് ഹാസ് എമർജ്ഡ് വിച്ച് ഇസ് ഗുഡ് ഫോർ യു. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്. വെറും 6 മാസം കൊണ്ടാണ് സൂപ്പർ യു എന്ന പ്രോട്ടീൻ കമ്പനി 100 കോടി റേസ് ചെയ്തതല്ല, റവന്യൂ ചെയ്തത്. സോ ആൻഡ് അവരെവിടെയാണ് ഉള്ളത്, അവരുള്ളത് ഗുഡ് ഫോർ യു കാറ്റഗറി. അതായത് ചോക്ലേറ്റ് കഴിക്കണം, വേഫർ കഴിക്കണം, എന്നാൽ അത് ഹെൽത്തിയും ആവണം. അപ്പോൾ ഈ വേഫറിൽ എന്താ, ഈ വേഫറിൽ ടേസ്റ്റ് ഉണ്ട്, പ്ലസ് 20 grams ഓഫ് പ്രോട്ടീനും ഉണ്ട്. പിന്നെ ഇപ്പം കണ്ടുവരുന്ന ട്രെൻഡാണ് 0 ഷുഗർ, ഇത്ര പ്രോട്ടീന്, ഓർഗാനിക്, സസ്റ്റൈനബിൾ പാക്കേജിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൊട്ടി ഘോഷിക്കപ്പെടുന്ന കുറേ പ്രൊഡക്റ്റ് കാറ്റഗറീസ്.
പക്ഷേ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ ആ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യില്ലെങ്കിൽ, ആ പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ആരും വാങ്ങിക്കാൻ പോകുന്നില്ല. സോ നിങ്ങൾ ഈ ട്രെൻഡിന് പുറകെ പായരുത്. നിങ്ങൾ കുറേ ട്രെൻഡിങ് കീവേഡ്സ് ഇട്ടതുകൊണ്ട് നിങ്ങളെ പ്രൊഡക്റ്റ് സെല്ലാവില്ല. യുവർ പ്രൊഡക്റ്റ് ഷുഡ് ആക്ച്വലി ഡു ദ ജോബ് വിച്ച് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ഡു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പ്രൊഡക്റ്റ് വർക്കാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെക്കുക. പിന്നെ അവസാനത്തെ പോയിന്റ്, ഈ കാലത്ത് എല്ലാവർക്കും എല്ലാം പെട്ടെന്ന് കിട്ടണം. റീൽസ് അത് തോണ്ടിക്കഴിഞ്ഞാൽ അപ്പോൾ കിട്ടണം, ഷോർട്സ് എഗെയിൻ ദ സെയിം. സോ നോബഡി ഈസ് റെഡി ടു വെയിറ്റ് ഫോർ യുവർ പ്രൊഡക്റ്റ്. ഞാൻ 3-4 ദിവസം കൊണ്ട് നിങ്ങളെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെർവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ട. ഇപ്പോൾ 10 മിനിറ്റ് ഡെലിവറീൻ്റെ കാലഘട്ടമാണ്. സോ എപ്പോഴും പ്രൊഡക്റ്റ് എത്ര പെട്ടെന്ന് കസ്റ്റമറെ അടുത്ത് എത്തിക്കാൻ പറ്റുമോ അതിനുള്ള വഴികൾ തേടുക. നിങ്ങൾ അടുത്തുള്ള ഡാർക്ക് സ്റ്റോറുകളിൽ വെക്കുക, അടുത്തുള്ള ഔട്ട്ലെറ്റ്സിൽ വെക്കുക, എത്രയും പെട്ടെന്ന് അടുത്തുള്ള വെയർ ഹൗസുകളിൽ നിങ്ങളെ പ്രൊഡക്റ്റ് വെക്കുക. സോ ദാറ്റ് ഈസ് ഹൗ യു ഹാവ് ടു സെർവ് ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഓഫ് ടുഡേ. അപ്പോൾ ആകെ മൊത്തം മനസ്സിലാക്കേണ്ടത് 5 കൊല്ലം മുമ്പുള്ള കസ്റ്റമേഴ്സ് അല്ല ഈ കാലഘട്ടത്തിൽ. ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് ആരാണ്, എന്താണ് അവർക്ക് ഇഷ്ടം, എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുക. പ്ലസ് എങ്ങോട്ടേക്കാണ് ഈ കസ്റ്റമേഴ്സ് ഇവോൾവ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫെയർ ഐഡിയ നിങ്ങൾക്ക് എപ്പോഴും വേണം. ഇതോടുകൂടി ഈ ആഴ്ചത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അടുത്ത ആഴ്ച നമ്മൾ നോക്കാൻ പോണത് എങ്ങനെ ഒരു മാർക്കറ്റിന് ആ പ്രൊഡക്റ്റ് ഫിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കാം. സോ സീ യു നെക്സ്റ്റ് വീക്ക്.